കോൺഗ്രസിൻ്റെ ഒരു ദയവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസ് നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തുകയാണെങ്കിൽ CPM ഒരു ദയവ് ഉണ്ടാവും. നേമത്തെ LDF സാധ്യത ഒരു കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയാണ്. വട്ടിയൂർക്കാവിൽ UDF ഇപ്പോഴും സാധ്യത. K. മുരളീധരനെ പോലുള്ള നല്ല നേതാക്കൾ മത്സരിച്ച് കഴിഞ്ഞാൽ UDF അവിടെ ചെയ്യും. തിരുവനന്തപുരത്ത് ചിലപ്പോൾ നിയമം കിട്ടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഉറപ്പാണ്. ഏതായാലും 10 എന്ന് പറയുന്നത് മിനിമമാണ്. സീറ്റ് കിട്ടിയാൽ തന്നെ ഒരു അതിശയമാണ്. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ അവർ കണക്കാക്കണ്ട. തലസ്ഥാനത്തെ ചെങ്കോട്ട തകർത്ത് BJP നിയമസഭാ ഇലക്ഷനിൽ 10 A ക്ലാസ് സീറ്റുകൾ ലക്ഷ്യമിട്ട് ഇപ്പോൾ ഒരുങ്ങുകയാണ്. അപ്പോൾ BJPക്ക് ഇത്തവണ 10 സീറ്റോ അതോ അതിലധികമോ കിട്ടുമോ എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അവർക്ക് പറയാനുള്ളത് ഇതാണ്. അവർക്ക് ആ 10 സീറ്റും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പില്ല. എന്ത് തോന്നുന്നു? കുറച്ച് സീറ്റെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 3-4 സീറ്റ് പിടിക്കുന്ന തോന്നുന്നു. അവർക്ക് ആ 10 സീറ്റും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. എന്ത് തോന്നുന്നു? ഒരിക്കലുമില്ല. നിയമം സീറ്റ് ചിലപ്പോൾ അവർക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ, കാരണം കോൺഗ്രസിൻ്റെ ഒരു ദയവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസ് നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തുകയാണെങ്കിൽ CPM ഒരു ദയവ് ഉണ്ടാവും. ആ സീറ്റ് CPM ചെല്ലും. പിന്നെ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലുള്ള എല്ലാ സീറ്റുകളെന്നൊന്നും പറയാൻ ഒക്കില്ല. ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ വട്ടിയൂർക്കാവ് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇലക്ഷനോട് അടുക്കുമ്പോഴത്തേക്ക് ഇടത് വലത് മുന്നണികൾ എങ്ങനെ ചിന്തിക്കുന്നതെന്നൊന്നും പറയാനൊക്കില്ല. നല്ല സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാർ നിർത്തുകയാണെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റും. LDF നിർത്തുകയാണെങ്കിൽ LDFന് ജയിക്കാൻ. LDFന് സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് കിടക്കുന്ന എല്ലാ കാരണങ്ങളും വിലയിരുത്തിയ ആൾക്കാർ വോട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പുകളെല്ലാം നമ്മൾ കണ്ട് അതിൻ്റെ പ്രതിഫലനം നമ്മൾ ഇവരുടെ പ്രതിഫലനം പൊതുജനം പ്രതികരിച്ചത് നമ്മൾ കണ്ടേ. അതേപോലെ തിരിച്ച് ഒന്നുകൂടെ പ്രതികരിക്കുകയാണെങ്കിൽ ഇവർ അടപ്പൂരും LDFൻ്റെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണ്. പാലക്കാടും തൃശ്ശൂരും കുറച്ച് സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട് BJP. അത് വലിയ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു ഇപ്പോൾ സാധ്യത ഇത്തിരി ഒരു വ്യത്യാസം. LDF ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്ക് വരാൻ കഴിയും. ഇപ്പോഴത്തേക്ക് ടാർഗറ്റ് LDFനും NDAക്കും UDFനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് തോന്നി പറയുന്നത്. അവർ ചില സീറ്റുകളിലൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യത BJPക്ക് കുട്ടിക്ക് കോച്ചോ പറഞ്ഞ പോലെ 5-6 സീറ്റ് കിട്ടാനുള്ള സാധ്യത അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ സീറ്റ് വരാൻ യാതൊരു സാധ്യതയില്ല. വട്ടിയൂർക്കാവിൽ നിയമമായിരുന്നാലും കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്താമെങ്കിൽ നേമത്ത് LDFന് സാധ്യത വരും. കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയാണ്. വട്ടിയൂർക്കാവിൽ UDFനാണ് ഇപ്പോഴും സാധ്യത. K. മുരളീധരനെ പോലുള്ള നല്ല നേതാക്കൾ മത്സരിച്ച് കഴിഞ്ഞാൽ UDF അവിടെ ചെയ്യും. ആര് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വരണവർ രക്ഷപ്പെട്ടിട്ട് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ പറയണം. പിണറായി വിജയൻ്റെ ആവശ്യമില്ലാത്ത പ്രചരണം മറ്റ് പാർട്ടികൾ പറഞ്ഞു വരുത്തി അത് ജനങ്ങൾ വിശ്വസിച്ച് അതിലാണിപ്പം BJP കൃത്യമായിട്ടും സീറ്റ് പിടിച്ചത്. ഈ പിണറായി വിജയൻ സഹായിച്ചതുപോലെയൊന്നും ഒരു പാർട്ടി വന്നാലും സഹായിക്കാൻ പോകുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചാലും നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കുക. നമുക്ക് ഇതുപോലെ റേഷൻ തരാനുണ്ടെങ്കിൽ അത് തരിക. മാവേലി സ്റ്റോറുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് തുടങ്ങി വില കുറച്ച് തരിക. പെൻഷൻ തരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മളെ പോലെയുള്ള കളവികൾ രക്ഷപ്പെടും. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടും. കൃത്യമായിട്ടാണോ കിട്ടുന്നത്? എൻ്റെ വോട്ട് ഈ വർഷത്തത് പാഴായിപ്പോയി. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചപ്പോൾ തിരുവനന്തപുരത്ത് ചിലപ്പോൾ നിയമം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു പ്രതീക്ഷ. ഒരു പാലക്കാടും തൃശ്ശൂരും കുറച്ച് സീറ്റുകൾ പറയുന്നുണ്ട്. എനിക്ക് അതറിയില്ല. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു. നിയമത്ത് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. 10 സീറ്റിൽ അവർക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്താ അഭിപ്രായം? എവിടെയൊക്കെ ആയിരിക്കും പിടിക്കാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു? തിരുവനന്തപുരം ഉറപ്പാണ്. ഏതായാലും 10 എന്ന് പറയുന്നത് മിനിമമാണ്. മുകളിലോട്ട് അതിൽ കൂടാനുള്ള ചാൻസും ഉണ്ട്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? തെറ്റില്ലാത്ത ഇതുവരെ കഴിഞ്ഞ 40-45 വർഷമായിട്ട് ഇവർ കൊണ്ട് നടപ്പിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ 10 അവർ തയ്ക്കില്ല. 2-3 സീറ്റ് കിട്ടിയാൽ തന്നെ ഒരു അതിശയമാണ്. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ അവർ കണക്കാക്കണ്ട.
അത് വ്യക്തികൾക്ക് കിട്ടുന്ന വോട്ടുകളാണ്, പാർട്ടികൾക്ക് കിട്ടുന്ന ഒന്നുമല്ല. പിന്നെ ഇവിടെ ചില പൈസ കളികളൊക്കെ നടന്നിട്ടുണ്ട്, അതൊരു സത്യമല്ലേ? ഒരു 1-2 സീറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും എന്നാ തോന്നുന്നേ? അത് പറയാം. അതിനൊന്നും ഷുവർ സീറ്റൊന്നും അവർക്കില്ല ഇവിടെ. ഈ കോർപ്പറേഷൻ കിട്ടിയത് തന്നെ അവർക്ക് വിനയാണ്, ഭാവിയിൽ അവർക്ക് വലിയ തലവേനയാവും.